വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കർണാടക CET എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ KCET എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വേഗം പോയി കാണാം. അപ്പോൾ KCET എക്സാമിനായിട്ടുള്ള അപ്ലിക്കേഷൻ ഡേറ്റ്, എക്സാം ഡേറ്റ് ഇതേപോലുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് നമ്മൾ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ബ്രോഡ്കാസ്റ്റ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വേഗം പോയി ഫോളോ ചെയ്യൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ ആയിട്ട് കേൾക്കുന്ന ഒരു ഫേക്ക് റൂമറാണ് KCET എക്സാം ഇല്ലാണ്ട് BSc നഴ്സിംഗ് കർണാടകയിൽ പോയി പഠിക്കാൻ പറ്റും എന്നുള്ളത്. എന്നാൽ കർണാടകയിലെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ BSc നഴ്സിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ KCET എക്സാം എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതേപോലുള്ള ഫേക്ക് റൂമേഴ്സ് ഒക്കെ കേട്ട് KCET എക്സാമിന് അപ്ലൈ ചെയ്യാണ്ടിരിക്കരുത്. KCETക്ക് അപ്ലിക്കേഷനുള്ള ടൈം ജാനുവരി 23 ഓപ്പൺ ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 18 ആണ്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് www.kea.kar.nic.in എന്ന വെബ്സൈറ്റിലാണ്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ നോൺ കർണാടക സ്റ്റുഡൻസ്, അതായത് നമ്മളെ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ക്ലോസ് ബൈ എന്നുള്ളതിന് വേണം കൊടുക്കാനായിട്ട്. കാരണം അത് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് കഴിഞ്ഞ വർഷമൊക്കെ ക്ലോസ് ബൈ എന്നുള്ള എലിജിബിലിറ്റിയിൽ കൊടുക്കാത്തതുകൊണ്ട് തന്നെ പലർക്കും എക്സാം എഴുതാൻ സാധിച്ചിട്ടില്ല. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ എപ്പോഴും വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കുക. അതും നിങ്ങളുടെ തന്നെ വാലിഡ് ആയിട്ട് നിങ്ങൾ കൃത്യമായി യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ കൊടുക്കുക. കാരണം അതിലോട്ടായിരിക്കും OTP, വെരിഫിക്കേഷൻ കോഡ്, സീറ്റ് അലോട്ട്മെന്റ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു ഫോൺ നമ്പറിലോട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ നമ്പർ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ എപ്പോഴും കൊടുക്കുമ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് OTP വരാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഫോൺ നമ്പർ തന്നെ കൊടുക്കാം. അതേപോലെ തന്നെയാണ് ഇമെയിലും വാലിഡ് ആയിട്ട് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു ഇമെയിൽ ID തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കഴിഞ്ഞ വർഷം സീറ്റ് അലോട്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഈ വർഷം ഒന്നും കൂടി എക്സാം എഴുതണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് അലോട്ട് ചെയ്ത സ്റ്റുഡൻസ് ഇപ്രാവശ്യം നോൺ എലിജിബിൾ ആയിട്ടായിരിക്കും കാണിക്കുക. KCET സിലബസിൽ 4 സെക്ഷൻസ് ആണ് ഉണ്ടാവുക: ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്. ഇനി നിങ്ങൾ ഏതിനാണ് കൊടുത്തതെന്നനുസരിച്ചിട്ട് 3 സെക്ഷൻ മാത്രമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇപ്പം നഴ്സിംഗിനാണ് കൊടുത്തതെങ്കിൽ ബയോളജി, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. ഇനി BTech ആണെങ്കിലോ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. ഇങ്ങനെ 3 സെക്ഷൻസ് ഏതിനാണ് കൊടുത്തതെന്നനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, KCET എക്സാം എഴുതിയാലും നോൺ കർണാടക സ്റ്റുഡൻസിന് ഒരു തരത്തിലുള്ള റിസർവേഷൻ അവിടെ പ്രൊവൈഡർ അല്ല. അത് അവരുടെ സൈറ്റിൽ അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കർണാടക സ്റ്റുഡൻസ് മാത്രമായിരിക്കും അവരുടെ റിസർവേഷൻസിന് എല്ലാത്തിനും എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ്. അപ്പോൾ ജനുവരി 23 മുതൽ ഫെബ്രുവരി 18 വരെയാണ് KCETക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് ഒരു മിസ്റ്റേക്സും കൂടാതെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏപ്രിൽ 16, 17 ദിവസങ്ങളിലായിട്ട് കർണാടകയിൽ പോയിട്ട് വേണം നിങ്ങൾ ഈ KCET എക്സാം എഴുതാനായിട്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് us.